വിശദമായ വാർത്തകളിലേക്കാണ്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി എന്ന സൂചന പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത്. അതേസമയം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. ആക്രമണത്തിൽ മരിച്ചവർക്ക് ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്തിമോപചാരം അർപ്പിച്ചു. മൃതദേഹങ്ങൾ ഇന്നു തന്നെ നാടുകളിലെത്തിക്കും. അതേസമയം സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. വിവരങ്ങളുമായി അഫ്സാന അൻഷാദ് ചേരുന്നു. അഫ്സാന, ഈ മരിച്ചവരുടെ എണ്ണം 29ആയി ഉയർന്നിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരിയാണ് എന്നുള്ള സൂചനകളടക്കം ലഭിക്കുന്നുണ്ടല്ലോ. വിവരങ്ങൾ. വൃന്ദ, ആക്രമണത്തിന് പിന്നിൽ സൈഫുള്ള കസൂരിയാണെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് ഇയാൾ നേരത്തെ നമ്മുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളിലും ഇയാൾക്ക് പങ്കുള്ളതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചവരുടെ ഭീകരാക്രമണത്തിൽ 29 പേരാണ് മരിച്ചത്. അവർക്ക് ശ്രീനഗറിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് തന്നെ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണ് അറിയുന്നതെന്നാൽ ഈ ആക്രമണം നേരത്തെ നടത്തിയത് 3 ഭീകരരാണ് എന്നാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 2 സംഘമായി തിരിഞ്ഞ് 6 ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്ന് അറിയുന്നുണ്ട്. അതിൽ ആക്രമണത്തിന് പിന്നിൽ 9 പേരാണെന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരിയാണ്. ഇയാൾ പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത്. മാത്രമല്ല, ISI ഈ ആക്രമണത്തിന് പിന്തുണ നൽകുകയും ലഷ്കർ ഇ തൊയ്ബ അത് ആസൂത്രണം നടത്തുകയും റെഫറൻസ് ഫ്രണ്ട് അത് നടപ്പിലാക്കുകയുമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. NIA സംഘം ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം അതിൽ പുരോഗമിക്കുകയാണ്. അതുകൂടി മാത്രമല്ല, ഈ ഭീകരാക്രമണത്തിൽ പ്രദേശവാസിയായ ഒരാളുടെ സഹായം കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ ബൈസർവാണി താഴ്വരയിലായിരുന്നു ആക്രമണം നടന്നത്. കാൽനട യാത്രയായും കുതിരപ്പുറത്ത് മാത്രമായി ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. വിനോദസഞ്ചാരികൾ 1500 വിനോദസഞ്ചാരികൾ ഉള്ള സമയത്തായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ഇവർ കുന്നിൻ മുകളിലേക്ക് തിരിച്ച് താഴ്വരയിൽ എത്തിയപ്പോഴാണ് വനമേഖലയിൽ നിന്ന് സുരക്ഷാസേനയുടെ വസ്ത്രം ധരിച്ച ഭീകരർ അടുത്തു വരികയും അവരുടെ പേര് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ID കാർഡ് അടക്കം വാങ്ങിയാണ് ഇവരെ ആക്രമണം നടത്തിയത്. അത് മാത്രമല്ല, ഓരോ ബുള്ളറ്റ് ഒരാൾക്ക് ഒരു ബുള്ളറ്റ് എന്ന രീതിയിൽ, അതായത് അത്ര പരിശീലനം ലഭിച്ച ഭീകരരാണ്. ഇവരെ പാകിസ്ഥാനിൽ നിന്നാണ് പരിശീലനം ലഭിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി 15ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട, ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയിരുന്നു. തുടർന്ന് ഡൽഹിയിൽ തന്നെ വിമാനത്താവളത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ അടക്കം യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. തുടർന്ന് ഒരു സുരക്ഷ വിലയിരുത്തുന്നത് സംബന്ധിച്ച ഒരു യോഗം, മന്ത്രിസഭാ യോഗം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. വൃന്ദ. ശരി അഫ്സാന. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി N രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിക്കും. ശ്രീനഗറിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിലെത്തിക്കുന്ന മൃതദേഹം മറ്റൊരു വിമാനത്തിലാണ് നെടുമ്പാശ്ശേരി എത്തിക്കുക. തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങും. കൊച്ചിയിൽ നിന്ന് രാമചന്ദ്രനും കുടുംബവും തിങ്കളാഴ്ചയാണ് ശ്രീനഗറിലെത്തിയത്. മകളുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ രാമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. ജമ്മു കാശ്മീരിലെ ബാരമുള്ളയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഉറി മേഖലയിൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭീകരരെ വധിച്ചത്. പ്രദേശത്തെ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു. അതിനിടെ പൂഞ്ചിൽ പാക് സൈന്യത്തിന്റെ പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതേസമയം അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങിയെന്നാണ് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഉറി